ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരത്തെ ഞാൻ കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചതുകൊണ്ട് മോളൊന്നും വിചാരിക്കരുത്. ഈ പെൺകുട്ടികളും ഞാനും ഇവിടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. പോലീസുകാർ കയറി ഇറങ്ങിയ പിന്നെ അറിയാലോ, നമ്മുടെ നാട്ടുകാരല്ലേ. ഞാൻ കാരണം ചേച്ചിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്. ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോ ഇങ്ങനെ സഹായിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്താ കാര്യം? ആ ഓട്ടോക്കാരൻ ചേട്ടൻ പോയായിരുന്നോ? സുധാകരേട്ടൻ എപ്പോഴേ പോയി. അവന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ, 5 മിനിറ്റ് കൊണ്ട് എത്താം. ഭർത്താവുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോന്നാന്ന് മനസ്സിലായി. വീട് ഉപേക്ഷിക്കാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാനും ഒക്കെ നമുക്ക് എളുപ്പമാ. പക്ഷേ അതിന്റെയൊക്കെ വില നമ്മൾ അറിയുന്നത് പിന്നീടാ. മോക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തന്നെ നീങ്ങാം. പോലീസുകാരെല്ലാരും മോശക്കാരൊന്നും അല്ല. എനിക്ക് പരിചയമുള്ള ചിലരുണ്ട്. മോൾ എന്ത് പറയുന്നു? വേണ്ട ചേച്ചി, എനിക്കിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. ഉപേക്ഷിച്ചു പോവാൻ എളുപ്പമാ, പക്ഷെ തിരിച്ചു പിടിക്കുന്നത് അത്ര എളുപ്പമല്ല. എന്താ ഇത്ര വലിയ പ്രശ്നം? ഭർത്താവിന് വേറെ വല്ല സ്ത്രീകളായിട്ട് ബന്ധമുണ്ടോ? അത് ശരി. അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ. മോള് ഭർത്താവായിട്ട് ഈ കാര്യം സംസാരിച്ചായിരുന്നോ? ചേച്ചി ഒരു കാര്യം പറയാം. പരസ്പരം സംസാരിച്ച് ഒത്തുതീർത്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ തിരിച്ചു പോകുന്നത് തന്നെയാ നല്ലത്. വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ഒരുമിച്ച് എങ്ങനെ ജീവിക്കും ചേച്ചി? ഞാൻ നാളെ രാവിലെ തന്നെ പൊയ്ക്കോളാം. പെൺകുട്ടികളൊന്നും പണ്ടത്തെ പോലെയല്ല, നല്ല ധൈര്യമുള്ളവരാ. പക്ഷേ എന്നാലും ദിവസവും ഓരോരോ അപകടത്തിൽ ചെന്ന് ചാടുന്ന പെൺമക്കളുടെ കഥകൾ കേൾക്കുമ്പോ നെഞ്ചു പൊട്ടിപ്പോവും. എനിക്കും 2 പെൺകുട്ടികളാ. 2 പേരും ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. ഇവരും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവരാ. അതുകൊണ്ട് പറയുക, മോളെ എവിടെയാണ് പോകേണ്ടതെന്ന് മോള് പറഞ്ഞാ മതി. സഹായത്തിനൊരാളെ കൂട്ടി ഞാൻ എവിടെ എത്തിക്കാം. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മറക്കില്ല ഒരിക്കലും. നാളെ നേരം വെളുത്താ ഉടനെ ഞാൻ പൊയ്ക്കോളാം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ആ ഹലോ സുധാകര, കാര്യങ്ങളൊക്കെ എന്തായി? കസ്റ്റമർ റെഡിയാണ്. പറഞ്ഞ പണം അരമണിക്കൂറിനകത്ത് ചേച്ചിയുടെ അക്കൗണ്ടിലെത്തും. അപ്പോ ആളെപ്പോ എത്തും? അയ്യോ, അങ്ങോട്ട് വരാനോ? സാധാരണ പോലത്തെ ആളല്ല, VIP. ഓ, അവളെ അയാള് പറയുന്ന സ്ഥലത്തെത്തിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. അവൾക്ക് കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിലും ജ്യൂസിലും എല്ലാം മയക്കുമരുന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നീ വന്നാ മതി. കൂടെ ഉള്ളവരെയും കൂടെ കൂട്ടിക്കോ കേട്ടോ. അപ്പൊ അവളുടെ കുഞ്ഞിനെ എന്ത് ചെയ്യും? കുഞ്ഞിനെ ഇവിടെ തന്നെ കിടത്താം. കുറച്ചു കഴിയുമ്പോ അവള് ബോധം കെട്ട് ഉറങ്ങും. അപ്പൊ ഈസിയായി നിങ്ങൾക്ക് അവളെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഓ, അതുപോരെ? മതി, ധാരാളം.